കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റി സംസാരിക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്ത എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. കാരണം പാർട്ട് 1ൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്തുകൊണ്ടാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടെക്നിക്സ്, എഫക്റ്റീവ് ആയിട്ടുള്ള 5 ടെക്നിക്സ് ആണ്. മൂന്നാമത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു 1-2 ബുക്സുകൾ നിങ്ങൾക്ക് എന്താക്കി തരാം, പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ഞാൻ രണ്ടെണ്ണമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരൊറ്റ ബുക്ക് മാത്രമേ ഞാൻ പരിചയപ്പെടുന്നുള്ളൂ. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെൽക്കം ടു പാപ്പ് വിത്ത് അനസ്. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഇപ്പം വായിച്ച് തുടങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബുക്ക്, മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റായിട്ടുള്ള ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഡെയിൽ കാർണഗീൻ്റെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ഈ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മില്യൺസ് ഓഫ് കോപ്പീസാണ് ഈ ഒരു പുസ്തകം വിറ്റ് പോയിട്ടുള്ളത്. പല രാജ്യങ്ങളിലായിട്ട്, ഒരുപാട് രാജ്യങ്ങളിലായിട്ട് മില്യൺസ് ഓഫ് കോപ്പീസാണ് ഈ ഒരു പുസ്തകം വിറ്റ് പോയിട്ടുള്ളത്. ഡെയിൽ കാർണഗി എന്നാണ് ഈ ഒരു ഓത്തറിൻ്റെ പേര്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, എങ്ങനെ നമുക്ക് ഫ്രണ്ട്സിനെ വിൻ ചെയ്തെടുക്കാം, എങ്ങനെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടാണ് എന്താക്കുന്നത് ഈ ഒരു ബുക്കിൽ സംസാരിക്കുന്നത്. ഈ ഒരു ബുക്കിൻ്റെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയ വെച്ചാൽ, ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് സിമ്പിളായിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ അതിൻ്റെ ജസ്റ്റ് പാർട്ടുകൾ അല്ലെങ്കിൽ കോണ്ടൻസ് നിങ്ങൾക്ക് വായിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിലെ പാർട്ട് 1 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ടെക്നിക്സ് ഇൻ ഹാൻഡ്ലിങ് പീപ്പിൾ, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ടെക്നിക്സ്. പ്രത്യേകം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നല്ല വെച്ചത്, സിമ്പിളായിട്ട് ഓരോ പാർട്ട് അതിൽ സബ് ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഏറ്റവും ഇപ്പോൾ അടുത്ത ടോപ്പിക്ക് പറഞ്ഞാൽ വേസ് ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു, അതായത് ആൾക്കാർക്ക് നിങ്ങളോട് ഇഷ്ടം വരാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അടുത്ത പാർട്ടിൽ എന്തായിരുന്നു വെച്ചാൽ ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. പിന്നെ അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ചേഞ്ച് പീപ്പിൾസ് വിത്തൗട്ട് ഗിവിങ് ഒഫൻസ്, ആൾക്കാരെ നമുക്ക് ചിന്തകൾ മാറ്റാം, അവരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരെ ഒഫൻഡ് ചെയ്യാതെ നമുക്ക് അങ്ങനെ ചിന്തകൾ മാറ്റാം എന്നൊക്കെയുള്ള 4 പാർട്ടായിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഈ 4 പാർട്ടിൽ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. ഈ ഒരു ബുക്കിൻ്റെ വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ബുക്ക് ഫുള്ള് വായിക്കണമെന്നില്ല, ഇതിൻ്റെ കണ്ടൻസ് ഓരോന്നും വായിക്കുക. ഇപ്പോൾ ഇതിൽ ദ ബിഗ് സീക്രട്ട് ഓഫ് ഡീലിംഗ് വിത്ത് പീപ്പിൾ, ആൾക്കാരെ ഡീൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്. അതായത് ഓരോ കണ്ടൻസ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ എന്താക്കാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഞാൻ വായിച്ച ബുക്ക് ഇതല്ല, ഞാനിതിൻ്റെ മലയാളം വേർഷനായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ബുക്കാണ്. ഇതിൻ്റെ മലയാളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, മലയാളം ഒന്ന് വായിച്ചാലും മതി. ഓക്കെ, അപ്പം ഇതിൽ ഒരുപാട് ഇത് സിമ്പിൾ വേ ടു മേക്ക് എ ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ, നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ വേ, ഇങ്ങനെ ഹൗ ടു ഇൻട്രസ്റ്റ് പീപ്പിൾ, ആൾക്കാരെ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ സബ് ടോപ്പിക്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ സെപ്പറേറ്റ് എടുത്തിട്ട് എന്താക്കിയിട്ടുണ്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ജസ്റ്റ് ഈ കണ്ടൻസ് വായിച്ച് നോക്കാം. നിങ്ങൾക്കിത് വായിക്കുമ്പോൾ എന്താണ് ഏറ്റവും പെട്ടെന്ന് ടോക്ക് അബൌട്ട് യുവർ ഓൺ മിസ്റ്റേക്ക് ഫസ്റ്റ്, അങ്ങനെ ഓരോ ടോപ്പിക് വായിക്കുമ്പോൾ ഓക്കെ ഇത് വായിച്ച് നോക്കാമെന്നൊരു തോന്നൽ വരും. അങ്ങനെ നിങ്ങൾ വായിച്ചാൽ മതി. അല്ലാണ്ട് ഫസ്റ്റ് ടു എൻഡ് നിങ്ങൾ എന്താക്കേണ്ട, അത് വായിച്ച് തീർക്കാൻ വേണ്ടി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഓരോ ടോപ്പിക്സ് ഉണ്ടാക്കുക, വായിച്ചെടുക്കുക. നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഓക്കെ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇത് വായിച്ച് നോക്കാം, അങ്ങനെ വായിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബുക്കിലുണ്ട്. ഇത് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഒരുപാട് ബുക്കുകൾ വേറെ ഉണ്ട്, ഒന്നും നിങ്ങളിപ്പോൾ വായിക്കേണ്ട, ഇത് വായിച്ച് തുടങ്ങാം. ഇത് വായിച്ച് ഓക്കെ ആയതിനു ശേഷം മാത്രം എന്താക്കാം, അടുത്ത ബുക്കിലേക്ക് വേണ്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ അടുത്ത സോഴ്സിലേക്ക് വേണ്ടി പോവാം. നിങ്ങളെല്ലാ ആൾക്കാരും ഇനീഷ്യലി എന്താക്കാം, ഈ ഒരു പുസ്തകം വായിച്ചിട്ട് തുടങ്ങാം. ഈ ഒരു ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് ഓവർ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ബിലോ 200 വരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒന്ന് ഫ്രണ്ട്സിനെ കൂടി, ഫ്രണ്ട്സ് വേണ്ട, ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് റഹ്മത്തോട്ടൽ ബിരിയാണി കഴിക്കാൻ പോയാൽ 150 റുപ്യ 170 റുപ്യ എന്തിനു കൊടുക്കേണ്ടി ബിരിയാണി കുടിക്കേണ്ടി വരും അല്ലേ? ബിരിയാണി മാത്രം നമ്മൾ കഴിക്കാം ഇല്ല, അവിടുത്തെ എന്ത് കുടിക്കും, മിൻ ലൈം കുടിക്കും മിനിമം എല്ലാവരും, അല്ലെങ്കിൽ ഒരു മിൻറ്റ് ടീ കുടിക്കും അല്ലേ, അപ്പോൾ തന്നെ 10-200 റുപ്യ. അത്ര പോലും ഈ ഒരു ബുക്കിന് വരുന്നില്ല. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകാൻ പോകുന്ന ഒരു സംഭവമാണ്. ആ റഹ്മത്തോട്ടലിൻ്റെ നേരെ മുമ്പിലുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ടും കിട്ടും, 150 റുപ്യ സാധനം കിട്ടും. ഇത് വാങ്ങി വായിക്കാം, ലൈഫിൽ ഉപകാരപ്പെടും. എന്നോട് പല ആൾക്കാരും നിങ്ങളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ കോമൺലി സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ഈ ഒരു പുസ്തകം. അപ്പോൾ ഇതന്നെയാണ് ഞാൻ നിങ്ങൾക്കും ഉണ്ടാകുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും ഒന്ന് വാങ്ങി വായിക്കുക. ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. നിങ്ങളെ മാർക്കറ്റിൽ ഇടുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിയാൽ മതി. മലയാളം വേർഷൻ അവൈലബിൾ ആണ്. ഇതെല്ലാവരും ഒന്ന് വായിക്കാം. അപ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റിയിട്ടുള്ള
3 ടോപ്പിക്ക് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് എന്താ പറഞ്ഞത്, എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. രണ്ടാമത് എന്താ പറഞ്ഞത്, ഈ ഒരു സ്കില്ലിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളതിൻ്റെ 5 എഫക്റ്റീവ് ടെക്നിക്സ് ആണ്. മൂന്നാമത് ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്ക് പരിചയപ്പെടുത്തി. ഇതൊന്നും എന്താക്കുക, 3 ആൾക്കാരും അല്ലെങ്കിൽ ഈ ഒരു 3 പാർട്ടും എന്താക്കാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കാണാത്ത എല്ലാവർക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.